എല്ലാവർക്കും BJ4Techലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കവടിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഹലോ, ഞാൻ വരദ. ഇന്ന് നമ്മൾ കവടിയെ കുറിച്ചാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കവടി. ഇതാണ് ഇതേപോലത്തെ ഷെല്ലുകൾ എന്നും പറയാം. പിന്നെ നമ്മുടെ കളിയാണ്. ഇതൊരു പണ്ടത്തെ കളിയാണ്. മീൻസ് പണ്ട് പറഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് മദേഴ്സ് മീൻസ് മുത്തശ്ശിമാരൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ മീൻസ് 1948 ആ സമയത്തൊക്കെ ഉള്ള ഒരു കളിയാണ്. അവർക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ കളിക്കാൻ പറ്റുന്ന ഒരു കളിയാണ്. ലൈക്ക് ഇപ്പോൾ ചെസ്സാണത്. ഓക്കെ. അപ്പോൾ നമ്മൾ കളിക്കാതെ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ ചാർട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് 4 ബട്ടൺസ് ഇവിടെയും വേറെ വേറെ കളറിൽ വേണം. ഓക്കെ. പിന്നെ 5 4 കവടികൾ എടുക്കുക. അപ്പോൾ ഇത് വലുതാച്ചാലും കുഴപ്പമില്ല, ചെറുതാച്ചാലും. ഞാൻ ഇപ്പോൾ ചെറുതാണ് എടുത്തിരിക്കണത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതൊക്കെ നമുക്ക് വരയ്ക്കുമ്പോൾ ഇപ്പോഴത്തെ ചെസ്സില്ലേ, നമുക്ക് ഇപ്പോൾ ഇത് ബ്ലാക്കും വൈറ്റും ആക്കാം. അപ്പോൾ ലൈക്ക് നമ്മുടെ ചെസ്സ് പോലെ ആയി. പക്ഷെ ഞാൻ വൈറ്റും റെഡും ആണ് എടുത്തിരിക്കണത്. അപ്പോൾ ഏത് കളർ വെച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയണം നിങ്ങളുടെയാണ് എന്നുള്ളത്. നിങ്ങൾക്ക് അറിയണം, അത്ര മാത്രമേ ഈ കളിയിൽ വേണ്ടൂ. പിന്നെ ഞാൻ പാർട്ട് 2 ഞങ്ങൾ എല്ലാവരും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലാണ് ഇതിൻ്റെ കളി എങ്ങനെയാണ് കളിക്കുക എന്നുള്ളത് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. അല്ല, ഒരു കാര്യം വിട്ടുപോയി. ഇത് കുളമാണ്. ഈ 4 സൈഡിൽ ക്രോസ് ചെയ്തത് അമ്പലങ്ങളാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട മനസ്സിൽ നമ്മൾ വിചാരിക്കാം. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മളിപ്പോൾ ഇതാണ് ഞാൻ വിചാരിക്കും കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഈ അമ്പലത്തേക്ക് ഒരു സൈഡിൽ നിന്ന് കാറ് പിടിച്ച് പാർക്ക് ചെയ്ത് നടന്ന് ഒരു അമ്പലത്തിൻ്റെ അവിടെ എത്തി. എന്നിട്ട് ഇങ്ങനെ കുളിക്കാനാണ് കേട്ടോ. അപ്പം ഈ വഴിയിൽ നടക്കുമ്പോഴൊക്കെ കുറേ അമ്പലങ്ങൾ. നടന്ന് ഒരു അമ്പലത്തേക്ക് എത്തി. പിന്നെ നടന്ന് ഒരു അമ്പലത്തേക്ക് എത്തി. നടന്ന് ഒരമ്പലത്തേക്ക് എത്തി. നടന്ന് ഒരമ്പലം. അങ്ങനെ ഇങ്ങനെ പോയിട്ട് ഈ കുളത്തിൻ്റെ അവിടേക്ക് എത്തണം. അപ്പോൾ ഈ ആരോ മാർക്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ആരോ മാർക്സ് ഇങ്ങനെ വരയ്ക്കാം. ബിക്കോസ് നമ്മൾ എങ്ങനെയാണ് വഴി ഇപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ ഇങ്ങനെ പോയി ഇങ്ങനെ ഷോർട്ടാണ് കേട്ടോ. നമുക്ക് നാളെ കളിയിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരും എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന്. താങ്ക് യു.